أفيل أمدي للإله مؤسسا شؤوني بخير الخلق خير مؤسسي أو خير مؤسسي രണ്ടും വെക്കാം. ഖൈരി മുഅസ്സിസി, ഖൈറ മുഅസ്സിസി അതിനെ നല്ലത്. ഖൈറ മുഅസ്സിസി, അടിത്തറ വെക്കുന്നവനിൽ ഏറ്റവും ഖൈറായ നിലയിൽ അടിത്തറ അള്ളാന്റെ ഹബീബിനെ കൊണ്ട് ഞാൻ അടിത്തറ വെച്ചതോ ഖൈറ, ഏറ്റവും ഖൈറായ നിലയിൽ. ഇത് ഖൈറാണ്, അത് നേട്ട, എനിക്ക് കോട്ട ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളെ മുൻഗാമികൾ ഇനി ഇതിന്ന് പഠിച്ചോ. നമ്മളൊരു വീടിന് തറക്കല്ലിടുകയാണെങ്കിലും ആ തറക്കല്ലിനടിയിലൊരു കല്ലുണ്ട്. അതാരാ? ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ അൽ ഫാത്തിഹ, എന്നിട്ടേ തടി വെക്കുള്ളൂ. ആണോ അല്ലേ? അതാ സുന്നി, അതിനെ സുന്നി അറിയാം. അപ്പൊ ആദ്യത്തെ ഇതിനേക്കാളും വലിയ കല്ല്, ഈ കരിങ്കല്ലിനേക്കാളും വലിയ കല്ലാണ് ഏത്? അല്ലാഹുവിന്റെ റസൂലിന് ഫാത്തിഹ ഓതൽ. മകള് പുതിയ പറഞ്ഞേക്കാം ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ ഫാത്തിഹ. അതിന് ഈ സാധു മനുഷ്യൻ മൊല്ലാക്കാനം ഇരുത്തും, അല്ലെങ്കിൽ മൊല്ലാക്കാൻ ഞങ്ങൾക്ക് മോട്ടോർ സൈക്കിൾ കൊടുത്തേക്കാം, സൈക്കിൾ കൊടുത്തേക്കാം. പിന്നെ പുതിയ ഇറങ്ങാൻ നേരത്തെ ഒന്നും വരണേ. ആ പുതിയ ഇറങ്ങാൻ നേരത്ത് വന്നു മൊല്ലാക്ക ഇലാ ഹളറപ്പ്. എല്ലാവരും മുടിഞ്ഞി വർത്താനല്ല, പിന്നെ പടക്കം പൊട്ടിക്കലില്ല, എല്ലാവരും അടങ്ങി. ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ ഫാത്തിഹ. ആ പെണ്ണിന് ആ ബർക്കത്തുണ്ടാവും. അപ്പം ആ പെണ്ണിൻ്റെ ഒരു കദമ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ പേരിൽ മുസ്തഫ നബിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഫാത്തിഹ. പരാജയപ്പെടില്ല എന്തും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതാണ് സുന്നി. ഗൾഫ് പോകുമ്പോൾ, ഗൾഫിൽ നിന്ന് വന്നാൽ, ഗൾഫിൽ പോയാൽ അല്ല ആണോ അല്ലേ, വിത്തെടുത്താൽ, വിത്ത് പാടത്തിട്ടാൽ ഇടുന്നതിന് മുമ്പ് വരുമ്പോൾ പോകുമ്പോൾ ഒക്കെ മുറത്തിൽ വിത്ത് ഇട്ടിട്ട് വിത്ത് ഇങ്ങനെ കൈ പിടിച്ച് ഇലാ ഹളറത്തിൽ മുസ്തഫ ഫാത്തിഹ എന്ന് പറയുന്നു. വല്യപ്പാനെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വലിയ ഫാത്തിഹ സുഹൃത്ത് വീടിന് വരില്ല. അന്ന് ഫാക്ടം ഫോസ് 20-20 ഒന്നുമില്ല. അങ്ങനെ വറക്കും, അത് വറക്കും. ജീവിക്കാനുള്ള നെല്ല 4 പാടത്ത് നിന്ന് കിട്ടും. കാരണം ഇതിൻ്റെ അടിത്തറ ആരാ? എന്നിട്ട് ആ വിത്തിടുന്ന കഴിഞ്ഞ സ്വലാത്തില്ല, സ്വലാത്ത് അങ്ങനെ ചൊല്ലും. സ്വലാത്ത് വായി പൂട്ടൂല. എൻ്റെ വല്യപ്പ ഞാൻ കണ്ടതാ. ഞാൻ കണ്ട ഏറ്റവും വലിയ സ്വാലിഹ് എൻ്റെ വല്യപ്പയാണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ പാൾ വലിയ ആൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ സ്വാലിഹ് എൻ്റെ വല്യപ്പ. ഒരു നാടൻ, പക്ക നാടൻ. പക്ഷേ ഭയങ്കര. പാമ്പ് കടിച്ചിട്ട് പാമ്പ് ചത്തു. വല്യമ്മ പറയുകയും ചെയ്തു, പാന കടിച്ച പാമ്പ് അവിടെ എവിടെയും ചത്തിടക്കുണ്ടാവും, ഒന്ന് നോക്കിക്കളി. അങ്ങനെ ഞാനും എൻ്റെ അമ്മാവൻ്റെ മകൻ ഇസ്മായിലും കൂടെ തൊഴുത്തിൻ്റെ ബാക്കിൽ തിരഞ്ഞപ്പോൾ പുല്ലാണിക്കാടുന്ന് ചത്തിടക്കുന്ന പാമ്പിനെ കണ്ടു. ഞങ്ങൾക്ക് അനുഭവമാണ്. എൻ്റെ വല്യപ്പ ഞാൻ പറയുന്ന വല്യപ്പ എൻ്റെ ഉമ്മയുടെ വാപ്പയാണ്. വാപ്പയുടെ വാപ്പ നല്ല മനുഷ്യൻ തന്നെയാണ്. പക്ഷെ എൻ്റെ എല്ലാം എൻ്റെ ഉമ്മയുടെ വാപ്പയാണ്. എനിക്ക് അലിഫെയ്തി തന്നതും ഉമ്മയുടെ വാപ്പയാണ്. എനിക്ക് റഹ്മത്തുള്ള എന്ന് പേരിട്ടും എൻ്റെ ഉമ്മയുടെ വാപ്പയാണ്. ഒക്കെ എൻ്റെ ഉമ്മയുടെ വാപ്പയാണ്. അപ്പം ഞാൻ നാടൻ, പക്ക നാടൻ. ചിന്തിക്കും. എന്നെ മരിക്കാൻ കിടക്കുമ്പോൾ ഇതാ അക്കായത്തിൽ ഇതാ റുജ്ജത്തില്ലു റുജ്ജാന്നോതി അപ്പുറത്തുനിന്ന് ഒരു പെൺകുട്ടി. അപ്പോ മരിക്കാനുള്ള അവസാന കിടത്ത. അപ്പൊ ഇതാ റുജ്ജത്തില്ലു റുജ്ജാന്നോതി അപ്പുറത്തുനിന്ന്. അപ്പോ റജ്ജ മരിക്കാൻ കിടക്കുക. ഇതൊക്കെ നമ്മൾ കണ്ട മനുഷ്യന്മാരാ. ഇങ്ങനത്തെ മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർക്ക് ഹാഫിളീങ്ങളാണോ? അല്ല, ഇന്ന് അവർ ഹാഫിളീങ്ങളാണ്. എന്തുകൊണ്ട്? അവർ അള്ളാന്റെ ഖുർആനുമായി അവർക്ക് അത്രയും വലിയ എന്താണ്? മുത്തുനബിന്റെ സ്വലാത്ത് വെച്ച് എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്. അള്ളാഹു നമ്മളെയും അവരൊക്കെ നന്നാക്കി തരട്ടെ. ഒടിയന്മാർ വരും അക്കാലത്ത്. വല്യമ്മ പറയണ കേട്ടതാ. ഒടിയന്മാർ വന്നാൽ പീശാങ്കത്തിൻ്റെ അരിയിൽ പീശാങ്കൊത്തി എടുത്തിട്ട് കളം വരച്ചിട്ട് എന്ത് ചെയ്യും? ഒറ്റക്കുത്ത്. തിരിച്ച് രാവിലെ ചെന്ന് നോക്കുമ്പോൾ പിന്നെ ഓനെ കഴിച്ചു വിടണം. ഇതുമ്മ കുത്തിയിട്ടുണ്ടാവും ഒരുത്തൻ മുണ്ടുടുക്കാതെ. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്.
ഓരോ കയ്യിൽ പീശാങ്കത്തി ഉണ്ടാവും. ആ പീശാങ്കത്തി ഇങ്ങനെ വട്ടം വെച്ചിട്ട് ഒറ്റ കുത്താൻ കുത്തിയാൽ ഓടിയാൽ അവിടെ നിന്ന് പോകില്ല. പിന്നെ അവർ വന്ന് കിടന്നുറങ്ങും. അതായത് നട്ടപ്പാതിരക്ക് വല്ല കുത്തുബിയത്തോ മറ്റോ ഉണ്ടായിട്ട് നടക്കുക. ഞമ്മനെങ്ങാണ് ഏനിക്കുട്ടി മുസ്ലിയാർ എന്ന മഹാനെ പറ്റി ഷെയ്ഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ, കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിക്കുന്നത് എൻ്റെ ഈ 2 ചെവിയിലും ഞാൻ കേട്ടിട്ടുണ്ട്. 60-ാം വാർഷികമാണോ മറ്റേ ഓർമ്മയില്ല. എന്താ പറഞ്ഞത്? ബ്രിട്ടീഷുകാരുടെ കാലത്ത് യമനങ്ങാട് ഏനിക്കുട്ടി മുസ്ലിയാർ എന്തോ ഒരു ദീനിയായ കാര്യം കുത്തുബിയത്തോ അദ്ദാദോ റാത്തീബോ എന്തോ കഴിഞ്ഞ് രാത്രി നട്ടപ്പാതിരക്ക് തിരിച്ചു. അപ്പോൾ അക്കാലത്ത് ബ്രിട്ടീഷ് വിരുദ്ധ സ്വകാര്യ യോഗങ്ങളൊക്കെ നടക്കുന്ന കാലമായതുകൊണ്ട് ബ്രിട്ടീഷുകാരായ പോലീസുകാർ ഏനിക്കുട്ടി മുസ്ലിയാരെ തടഞ്ഞു നിർത്തി. എവിടുന്ന വരുന്ന ചോദിച്ചു. ഞാൻ എൻ്റെ ഒരു കാര്യത്തിന് പോയതായിരുന്നു, പല വട്ടം പറഞ്ഞിട്ടും ഇവർ വിട്ടില്ല. അപ്പോൾ എന്നെ ഈ മഹാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ എന്നെ വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ പട്ടാളത്തിനെ വിളിക്കുന്നുള്ളൂ. അപ്പോൾ ഉറപ്പായി. എന്ത് ഭീകരവാദ്യ? എന്തിനു പോയതാ? ഞാൻ എൻ്റെ പട്ടാളത്തിനെ വിളിക്കുമെന്ന് പറഞ്ഞു ഏനിക്കുട്ടി മുസ്ലിം. ഇത് ഷെയ്ഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് പ്രസംഗിക്കണ ഈ ചെവി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ബിസിലടിച്ചപ്പോൾ ബ്രിട്ടീഷ് പട്ടാളക്കാർ ഓടി വന്നു. അതായത് ഇത് വലിയൊരു ഭീകരവാദിനെ തന്നെയാണ് കിട്ടിയത്. അങ്ങനെ പട്ടാരക്കാൾ വളഞ്ഞപ്പോൾ ഏനിക്കുട്ടി മുസ്ലിം കൈ കൊട്ടിയപ്പോൾ ചെന്നായ്ക്കൾ വന്നിട്ട് പട്ടാളത്തിനെ വളഞ്ഞു. ഇതെൻ്റെ പട്ടാളം തന്നു. അപ്പോൾ മാപ്പ് പറഞ്ഞു, മാപ്പാക്കണം, പോയിക്കൊള്ളുന്നാണ്. ഓല് പോയി പരികൊണ്ടേ കൊടുത്തു. ഇത് ഷെയ്ഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് പ്രസംഗിക്കാൻ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർക്ക് നടക്കാത്തൊരു കാര്യം ഇല്ല. ഒരു അള്ളാഹിൻ്റെ ആളുകളാണ്, മുത്തുനബിൻ്റെ ആളുകളാണ്, നോട്ടീസ് അടിച്ചതല്ല. അതെ അള്ളാഹ് റസൂലാന്റെ ഹുവൽ ഹിസ്നു. അതെ, അള്ളാഹിൻ്റെ ഹബീബാണ് സംരക്ഷണ കോട്ട. അങ്ങനത്തെ ഒരു വരിയുണ്ട് ഇതിൽ. അള്ളാഹ് നമ്മൾ നന്നാക്കി തരട്ടെ. ഒരിക്കലും പേടിയില്ല, അവർക്ക് എന്ത് പേടി? അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. അതാണ് ഈമാൻ്റെ മർത്തബ. ഒരാരും പേടിക്കൂല, ഒന്നിനും പേടിക്കൂല. എന്തുകൊണ്ട്? അവർക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തിരിച്ചു വരും. അടിത്തറ വെച്ചതിൽ ഏറ്റവും നല്ലതുകൊണ്ട് അടിത്തറ വെച്ചവനായ നിലയിൽ മുത്തുനബിനെ ഏൽപ്പിച്ചു. എൻ്റെ മുത്തുനബി ഉണ്ട്, എല്ലാം എൻ്റെ മുത്തുനബി ഉണ്ട്. എനിക്ക് ഒരു പേടിയില്ല. എൻ്റെ മുത്തുനബി എനിക്ക് മതി. അതാരാ? അത് അർശ് പോലും പേടിക്കണ മഹാൻ, കുർസി പോലും പേടിക്കണ മഹാൻ. ആ മനുഷ്യന്റെ രോമത്തിനുണ്ടാവില്ല അർശും കുർസിയൊന്നും. അതാണ് മുഹമ്മദ്. എല്ലാം അർശിനും കുർസീനും ഒക്കെ റസൂലുള്ളാഹിനെ കാണാൻ പൂതിയായതുകൊണ്ടാണ് മേറാജ് ഉണ്ടായത് എന്നൊരു ഹിക്കായത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അർശും കുർസിയും പടക്കപ്പെട്ട കാലം മുതലേ പറയുന്നുണ്ട്, ഞങ്ങളെ നീ പടക്കാൻ കാരണബോധരെ ഒരിക്കലെങ്കിലും ഞങ്ങളടുത്ത് നീ കൊണ്ടുവരണം. അതുകൊണ്ടാണ് മേറാജ് ഉണ്ടായത്, അല്ലാതല്ല. അർശിന് പൂതി ആരെ കാണാൻ? നബി ഒന്ന് വരാൻ, അർശുമ്മൽ നബി ഒന്ന് എത്താൻ. എന്തുകൊണ്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സമൂഹം തകരുമ്പോഴാണ് അവർ തിയറിറ്റിക്കലി സമൂഹമാവുക. ഞാൻ അതിലേക്കാണ് കടന്നാൽ പിന്നെ ഇങ്ങോട്ട് പോരാൻ കഴിയില്ല. ഒരു സമൂഹം തന്നെയാണ്. അത്ഭുതങ്ങൾ പറയാൻ പാടില്ല എന്ന് റെനൈസൻസ് കാലഘട്ടത്തിൽ യൂറോപ്യന്മാർ തീരുമാനിച്ചു. അതായത് നമ്മൾക്ക് ഇപ്പോഴുണ്ട് ഈ സോക്കേട് 500 കൊല്ലം മുമ്പ് യൂറോപ്പിലുണ്ടായി. റെനൈസൻസ് കാലഘട്ടത്തിൽ കണ്ണുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവവേദ്യമായ കാര്യങ്ങളല്ലാതെ മതപണ്ഡിതന്മാർ പ്രചരിപ്പിക്കരുത് എന്ന് ആദ്യം പറഞ്ഞത് ക്രിസ്തീയ യൂറോപ്പാണ്. അത് ഇപ്പോൾ മലബാറിൽ പറയുന്നുണ്ട്. അപ്പോൾ 500 കൊല്ലം മുമ്പ് ക്രിസ്ത്യാനികൾ എത്തിയെടുത്ത് 500 കൊല്ലം കഴിഞ്ഞിട്ട് ആരെത്തി? മുസ്ലിങ്ങളെത്തി. അപ്പോൾ അത്ഭുതകരമായ, അതായത് തിയറിറ്റിക്കലി മതം, അതായത് മതം ഇപ്പോൾ ഒരു നിയമമാണ്. പണ്ട് മതം നിയമമല്ല, നിയമം ഉണ്ടെന്നേ ഉള്ളൂ. മതത്തിനെ ജനം മനസ്സിലാക്കുന്ന നിയമമായിട്ടാണ്. അതുകൊണ്ട് മതം ജനങ്ങൾക്ക് അലോലസമായിരിക്കും.
അങ്ങനെ ഈ കുട്ടി എന്നാണ് സാധനം ഒരു പൾപ്പിൻ്റെ ഇടയിലാണ് കിടക്കുക. ആ പൾപ്പ് എടുത്ത് മാറ്റിയ കുട്ടിക്ക് ജീവടും എന്നതുപോലെ മതം ഇങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ ഇടയിൽ കിടക്കണം. കുട്ടിയുടെ കവചമാണ് ഈ സാധനം അല്ലേ? പറയും മനുഷ്യന്മാരെ, എന്താ ഇതിന് പറയാ? അതെ, ഈ മനസ്സിലായില്ലേ? ഈ ഇടയിൽ കിടന്ന ചാപ്പിള്ള നമ്മൾ പറയും, മനസ്സിലായില്ലേ? ഈ സാധനം അത് ഒരു ഈ പൾപ്പ് പോലത്തെ കിടക്കുന്ന ആ ആടച്ചളി പോലത്തെ ഒരു സാധനം, അത് കുട്ടിക്ക് ശേഷം പുറത്തു വരും. മനസ്സിലായി? അത് പൂർണ്ണമായി പുറത്ത് പോരണം, അല്ലെങ്കിൽ അത് അവിടെ ചെളിയായി കിടക്കും. ഈ ചെളിയാണ് ആരെ സംരക്ഷിക്കുന്നത്? ഗർഭപാത്രത്തിൽ ഒരു ചെളി കിടക്കും, ചെളി. ഈ സാധനമാണ് ആരെ സംരക്ഷിക്കുന്നത്? കുട്ടിയെ. അപ്പം അത് കവചാണ്. അല്ലാത്ത കുട്ടി ഗർഭപാത്രത്തിൽ മരിച്ചു പോകും. മനസ്സിലായോ പറഞ്ഞത്? മതം എന്ന സാധനത്തിൽ നിയമങ്ങളുണ്ട്, പക്ഷെ അതിനെ ഈ സാധനങ്ങൾ അതിനെ സംരക്ഷിക്കണം. അതാണ് അത്ഭുതങ്ങൾ, മുഅ്ജിസത്തുകൾ, കറാമത്തുകൾ. മുഅ്ജിസത്തിൻ്റെ ഈ പ്ലാന്റ്സിൻ്റെ ഇടയിലാണ് മതം കിടക്കേണ്ടത്. ഇപ്പോൾ അത് നമ്മൾ ഗർഭപാത്രത്തിൽ നിന്ന് കളഞ്ഞു, അപ്പം നമ്മളെ മതം മരിച്ചു. നമ്മളെ മതം മരിച്ചു. മതം ജനങ്ങൾക്കൊരു പ്രശ്നമാണ്. എന്തുകൊണ്ട്? നിയമങ്ങളാണ് മതം എന്ന പേരിൽ പറയുന്നത്. പണ്ട് അങ്ങനെയല്ല. ഈ മനസ്സിലായില്ല. മനുഷ്യന് ഉപകാരമുള്ള ഒരുപാട് അത്ഭുതങ്ങളുടെ നടുവിലാണ് ആര് കിടക്കുന്നത്? മതം എന്ന കുട്ടി. ഇത് യൂറോപ്പ് എടുത്തു കളഞ്ഞു. 15-ാം നൂറ്റാണ്ടിൽ 16-ാം നൂറ്റാണ്ടിൽ അവർക്ക് 15-16 നൂറ്റാണ്ട് റെനേസൻസിൻ്റെ കാലഘട്ടമാണ്. റെനേസൻസിൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് നമുക്കെത്തിയ വിഷയം, അതായത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മതപണ്ഡിതന്മാർ അത്ഭുതങ്ങളായി പറയരുത് എന്നുള്ളിടത്താണ് ഇപ്പോൾ സുന്നി മൂല്യന്മാരുള്ളത്. ഈ സോക്കേട് 500 കൊല്ലം മുമ്പ് എവിടെ ഉണ്ടായിട്ടുണ്ട്? യൂറോപ്പിൽ ഉണ്ടായിട്ടുണ്ട്. എന്താ അതിൻ്റെ ഫലം? യൂറോപ്പിൽ ഇന്ന് 100% ക്രിസ്ത്യാനികളിൽ 2% ദൈവവിശ്വാസികൾ. എന്തേ വല്ലതും പറഞ്ഞോയോ? എന്താ പറഞ്ഞേ? അത് പറയാനാണ് റഹ്മത്തുള്ള. നിങ്ങളൊരാളെ എനിക്ക് പേടില്ല, നിങ്ങളെ സുന്നി സംഘടനയും പേടില്ല. നിങ്ങളൊക്കെ കൂട്ടത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ ഈ നാട്ടിലെ ദീനാട് കളയും. അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഇനി 10 കൊല്ലം കഴിയണം. യൂറോപ്പിൽ 100% ക്രിസ്ത്യാനികൾ, ഈശ്വരവിശ്വാസികൾ 2%. ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഈ രാജ്യങ്ങളിലൊക്കെ 2%, 3% ആണ്. ആര് ദൈവവിശ്വാസികൾ. 2%, 3%. 100% അവിടെ ക്രിസ്ത്യാനികൾ, ദൈവവിശ്വാസികൾ. ഇപ്പോഴുള്ളത് എത്ര? 2, 3. ബാക്കിയോ നിരീശ്വരവാദികളായ ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിറ്റി, ഏത്തിസ്റ്റുകള്. പക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, മനസ്സിലാണ്ടോ പറഞ്ഞത്? എന്റെ സംഭവിച്ചവർക്ക് മതം എന്ന നിയമങ്ങൾ മാത്രം ഉണ്ടായി. ബാക്കി അപ്പം ആ നിയമത്തിനനുസരിക്കാൻ ജനം തയ്യാറായില്ല. ജനം പുറത്തേക്ക് കൂടി. നിങ്ങൾ എഴുതി വെച്ചോളി, നിങ്ങൾ പഠിക്കും, നിങ്ങൾ പഠിക്കണേയും. അമ്പിയാക്കളെ മുഅ്ജിസത്തല്ലേ ഇബ്രാഹിം എന്ന മനുഷ്യൻ തന്നെ ആവശ്യപ്പെട്ടത്. റബ്ബി അരിനീ കൈഫ തുഹയിൽ മൗതാ. എനിക്ക് അതിൻ്റെ തിയറികളൊന്നും പറഞ്ഞുകൊണ്ടാണല്ലോ. റബ്ബി അരിനീ കൈഫ തുഹയിൽ മൗതാ. മൃതങ്ങളെ എങ്ങനെയാണ് നീ ജീവൻ കൊടുക്കുന്നത് എന്ന് നീ എനിക്കൊന്ന് കാണിച്ചുതാ. ഖാല അവലം തുഅ്മിൻ, നിനക്ക് ഈമാനില്ലേ? ഖാല ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി. ഈ തുമഇനത്തുൽ ഖൽബാണ് എന്ത് എക്കാലത്തും മതത്തിന്റെ ലാഭം. അതാണ് ഈ പ്രാസന്റെ ഇതിനെ കടത്തിയ സാധനം. വലാകിൻ ലിയത്മഇന്ന ഖൽബി. അത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവർക്കുള്ള മുഅ്ജിസത്തും കറാമത്തും. അത് മനസ്സിലായില്ലേ? മൂല്യരൊരു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കും. ഇല്ലെങ്കിലോ മൂല്യം ഉണ്ടല്ലേ? എനിക്കറിയാം അയാളെ. ഒരു മഴ പെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് വേർക്കാൻ പറഞ്ഞ അന്ന് ഉച്ചയായപ്പോൾ മഴ ചെയ്തു. ഞാൻ ഉണ്ടല്ലേ വിചാരിച്ച മൂല്യരുണ്ടത്. അപ്പൊ മൂല്യയുടെ നിയമം ഇവിടെ ജനത അനുസരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ പ്ലാസന്റെ ഇടയിലാണ് ആരുള്ളത്? നിയമങ്ങളുള്ളത്. ഈ പ്ലാസന്റെ ഇപ്പം നമ്മൾ എന്താക്കി? പാറയുടെ ചങ്ങായി ചോർത്തി. ഇനി ഇവിടെ നിരീശ്വരവാദികളാകാൻ എളുപ്പമാണ്. മലബാറൊക്കെ ഈ നിലക്ക് പോയാൽ നിരീശ്വരവാദികൾ തള്ളും, യാതൊരു സംശയം വേണ്ട.
അമിതമായ വിദ്യാഭ്യാസം, പെണ്ണായ പെണ്ണിനൊക്കെ അമിതമായ വിദ്യാഭ്യാസം. ഏതാ വിദ്യാഭ്യാസം? പെണ്ണിൻ്റെ വിദ്യാഭ്യാസത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഇന്ന് എൻ്റെ ഭാര്യ എന്നോട് ചൂടായി. ആയിഷ ബീവിക്ക് വിദ്യാഭ്യാസമല്ലേ? ആയിഷ ബീവിക്ക് എൻ്റെ വിദ്യാഭ്യാസമല്ലേ ഉള്ളത്? ഖുർആൻ്റെ ഹദീസ് എന്തിയാ? അതിനിവിടെ പ്രശ്നമില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിനെയും പഠിച്ച വിദ്യാഭ്യാസമാണ് ആരാ കയ്യിലുള്ളത്? പറേ, H2+O എന്നുള്ള വിദ്യാഭ്യാസമാണോ ആയിഷ ബീവിൻ്റെ? ആയിഷ ബീവിയുടെ വിദ്യാഭ്യാസം ആരാ? അല്ലാഹുവും റസൂലും. അതുണ്ടായിക്കോട്ടെ, ഫത്ഹുൽ മുഈൻ ദർസത്തിൽ നിന്ന് പെണ്ണുങ്ങൾ മലബാറിൽ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ല? അമിതമായ യൂറോപ്യൻ വിദ്യാഭ്യാസത്തിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? നിരീശ്വരവാദം. നിങ്ങൾ കണ്ടോളൂ. ഇപ്പൊ നിങ്ങൾക്ക് ചൂടാ, അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾക്ക് പറ്റിയ മാത്രം പറഞ്ഞ് ഞങ്ങൾ ബടുവനോ പോളപ്പണി നോക്കിയിട്ട്. അപ്പം നമ്മൾ പഠിക്കണം. നിങ്ങൾക്ക് പറഞ്ഞു ഈ പ്ലാസൻ്റെയുടെ ഏതാണ് എൻ്റെ അടിയിൽ ആ കുട്ടി കിടക്കണത്. അപ്പോൾ കുട്ടിക്കൊന്നും പറ്റൂല. മതം നിയമങ്ങളാക്കുക. ഇപ്പം നിയമമതം. വഹാബിക്ക് പണ്ട് നിയമാന്ന മതം, ഇപ്പം സുന്നിക്കും മതം എന്തായി? നിയമം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ പാടില്ല. ഈ സോക്കട 500 കൊല്ലം മുമ്പ് എവിടെ ഉണ്ടായിട്ടുണ്ട്? യൂറോപ്പിൽ. മതട് പോയി. ഔലിയാക്കളും കറാമത്തും പോയാൽ മതം പോകണ. അതിനാ വലിയ പഴണ്ടാവുക, വലിയ മുഹമ്മദിയത്തിലേക്കണം. കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖദിറായ മുഹമ്മദോട് കരഞ്ഞു വീണ്ടു കൊതിച്ചു ഞാൻ. കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖദിറായ മുഹമ്മദോട് കരഞ്ഞു വീണ്ടു കൊതിച്ചു ഞാൻ. ഇച്ഛാമസ്ഥാന വരിക ഖദിറായ മുഹമ്മദ്. അപ്പോൾ മുഹമ്മദിയത്തിൻ്റെ തെസീസിലാണ് ആരുണ്ടാകുക? വലിയ. അതന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ അടിത്തറയിട്ടത് ആരെ കൊണ്ടാണ്? മുഹമ്മദിനെ കൊണ്ടാണ്. അത് ഇച്ഛാമസ്ഥാൻ ഇവിടെ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നിയാസിൽ കൗലഖി അവിടെ പറഞ്ഞു, ഒക്കെ ഒന്ന്, എല്ലാവരും ഒന്ന്, എല്ലാ ഔലിയാക്കളും ഒന്ന്. അവരൊക്കെ ആരുടെ അടിത്തറയിലാണ്? ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഒറ്റ വരി മതി, അത് പഠിച്ചാൽ മതി. ഇന്നത്തെ വയലുകൾ കേട്ടാൽ മതി. അത് കൽബൊക്കെ കയറിയ മതിയുടെ എന്തിനെ കൊണ്ട്. അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. സുന്നിക്കോ അവിടെ നിന്നാണ് മാറിയാണ്ടല്ലോ. വഹാബിൻ്റെ മതത്തിലേക്ക് കയറണ്ട. വഹാബിൻ്റെ മതം ഹലാൽ, ഹറാം, വാജിബ്, സുന്നത്ത്, ഖറാത്ത് നിയമങ്ങൾ മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്കില്ല. ഇപ്പം നിങ്ങൾ ഒരാൾ പറയാണ് എന്ത് ബീഡി വലിക്കൽ ഹറാമാണ് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. എത്ര ആകാശം മുട്ട നിയമം കൊണ്ടെന്നാലും ഞാൻ അംഗീകരിക്കില്ല. എന്തുകൊണ്ട്? അള്ളാൻ്റെ വലിയായി എൻ്റെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, ചുരുട്ടൊലിക്കും ഞങ്ങളുണ്ട്. അത് ഹറാമാണെങ്കിൽ ചെയ്യൂല. ബഹുമാനപ്പെട്ട OK ജയന്തി കുട്ടി മുസ്ലിയാർ കേട്ടിട്ടില്ലേ? എൻ്റെ ഉസ്താദാണ്. ചെറുസ്ഥാൻ ഉസ്താദാണ്, AP സ്ഥാൻ ഉസ്താദാണ്. OK ജയന്തി കുട്ടി ഉസ്താദെ കേട്ടിട്ടില്ലേ? അവരെൻ്റെ ഉസ്താദാണ്. അവരത് ഞാൻ കോളേജിൽ പോയത്. എൻ്റെ ഉസ്താദ് എനിക്ക് മുസ്ലിം പോയി തന്ന്, എനിക്ക് തൊഴപ്പ് പോയി തന്ന്, എനിക്ക് അത്യാവശ്യ കിതാബുകളൊക്കെ തന്ന് എൻ്റെ ഉസ്താദാണ്. എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട മഹാനായ OK ജയന്തി കുട്ടി മുസ്ലിയാരാണ്. ഒരു പ്രത്യേക വലിയ. അപ്പം നിങ്ങൾ പറയാണ് ഹറാമാണ്, അവിടെ ഉണ്ട്, ആയത്തുണ്ട്, അതീതൻ പോടാ. നമുക്ക് ആയത്തും അതീസും ചേകനൂരിനുണ്ടല്ലോ. ഞാൻ അംഗീകരിക്കില്ല. അള്ളാൻ്റെ വലിയ എൻ്റെ ഉസ്താദ് OK ജയന്തി കുട്ടി മുസ്ലിയാർ വലിയ, അല്ലെങ്കിൽ ആരുടെ വലിയ മലയാളക്കരയിൽ ആ മഹാൻ ചുറ്റൊലിക്കിനെ അങ്ങോട്ടുണ്ട്. അപ്പം എനിക്ക് പ്രമാണം എൻ്റെ ഉസ്താദിൻ്റെ കർമ്മാണ്. കാരണം ഉസ്താദ് അള്ളാഹുവിൻ്റെ വലിയാണ്. പ്രമാണത്തിൽ തെറ്റും, ഉസ്താദിൽ തെറ്റൂല. തിരിഞ്ഞില്ല. പ്രമാണം ചേകനൂരിനുണ്ട്. പറയും പ്രമാണം ആർക്കും കൊണ്ടുവരാൻ കഴിയും, ചേകനൂർ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ എൻ്റെ ഉസ്താദിനെ പോലത്തെ ഒരാളെ കൊണ്ടുവരാൻ കഴിയില്ല. എൻ്റെ ഉസ്താദ് ചുറ്റൊലിക്കാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഞാൻ ആറാം അംഗീകരിക്കാനല്ല. നിങ്ങൾ ആനന്ദ എത്ര പോകുന്ന നിയമം കൊണ്ടുവന്നാലും ഞാൻ ബലിക്കൂല. പക്ഷെ ബലിക്കൽ ആറാമാണ്, ഞാൻ അംഗീകരിക്കൂല. അത് അനുവദനീയമല്ല. എൻ്റെ ഉസ്താദ് ചെയ്യൂല. എൻ്റെ ഉസ്താദ് നിങ്ങൾ ബീഡി വലിക്കാൻ വേണ്ടി പറയല്ല. മനസ്സിലായില്ല? ഇനി ബീഡി വലിയാണ് ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ചെന്നിട്ട് ബീഡി വലിയ അപ്പം കിട്ടിയെന്ന് പറഞ്ഞ് നടക്കണ്ട. അത് ഹറാമാണ്, ഞാൻ അംഗീകരിക്കൂല. എന്തുകൊണ്ട്? എൻ്റെ ഉസ്താദ് മരണം വരെ ചുറ്റി വലിച്ചിട്ടുണ്ട്. ചുറ്റി പറഞ്ഞാൽ ബീഡിനേക്കാൾ അപകടമുള്ള സാധനമാണ് എന്ത്? ചുറ്റി അറിയില്ല. ഇപ്പം ഉണ്ടാവോ? ആ പുകയിൽ അങ്ങനെ തന്നെ ചുറ്റിട്ട്
ഇല്ലേ? കേട്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളൊക്കെ തല വന്നപ്പോൾ ആചാര്യമൊക്കെ പോയി. അത് ഹറാമല്ല, എനിക്കത് ഹറാമല്ല. എന്തുകൊണ്ട്? എൻ്റെ ഉസ്താദ് ഹറാം ചെയ്യൂല. ആകാശം പൊളിഞ്ഞാടിയ എൻ്റെ ഉസ്താദ് ഹറാം ചെയ്യൂല. ആൺകുട്ടിയാ അവർ റജുല. കേരളത്തിലെ 10,000-കണക്കിന് ആലിമീങ്ങൾ ഉസ്താദാ. ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാരുടെയും ഉസ്താദാണ്. ഷെയ്ഖുന സെന്തി മുസ്ലിയാർ ചെറുശ്ശേരി സെന്തി മുസ്ലിയാരി ഉസ്താദാണ്. എൻ്റെ ഉസ്താദാണ്. വലിയ മാന, പല തലമുറകളുടെ ഉസ്താദാണ്. ഒരു ചുരുട്ടൊളിച്ചിരുന്നു, ഞാൻ കണ്ടല്ലേ. ഉസ്താദിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ രണ്ടത്താണി അങ്ങാടിന്ന് ചുരുട്ടിൻ്റെ എന്തെങ്കിലും വ്യത്യാസം നേരം വൈകണേനൊന്നും പറയില്ല. മനസ്സിലായി? ഉസ്താദിനെ അറിയും ചെയ്യാം. എന്ത് നമ്മൾ ചുരുട്ടുണ്ടായി കൊടുക്കുമ്പോൾ ഉസ്താദിനെ അറിയാം. എന്ത് ഒന്നെ സോപ്പിട പ്രമാണല്ല. പ്രമാണം ഈ മഹാന്മാരെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കർമ്മങ്ങളാണ് പ്രമാണം. അതാ പ്രമാണം. അതിൽ പേക്കൂല. ഞാൻ അതിന് ആയത്തും അതി സോപ്പിച്ചാളാം. ഈ അതൊക്കെ മാറ്റിച്ചിട്ട് ആയത്തും അതി സോദിയാൽ ആരാവും? ചേകനൂരാവും. ദീന നിയമങ്ങളല്ല, നിയമല്ലേ ഉണ്ട്. പക്ഷെ ഈ പ്ലാസൻ്റെയിൽ അത് പുതിയണം. ഔലിയാക്കളുടെ കറാമത്തും അമ്പിയാക്കളുടെ മൊയ്സത്തും. എനിക്ക് മനുഷ്യനെ എങ്ങനെ ജീവിപ്പിക്കാന്നുള്ള ആ തിയറി ഒന്ന് പഠിപ്പിക്കുന്നല്ല. കൈഫ അരിനി കൈഫ തുഹീൽ മൗതാ കാണിച്ചു കൊടുത്തു. എന്തേ? പക്ഷികളെ ഛേദിച്ചു. 4 പക്ഷികളെ പിടിച്ച് ഛേദിച്ചിട്ട് 4 മലയിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. പിന്നെ പിന്നെ അവയെ നീ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഓരോന്നും അതതിൻ്റെ തൂവലിലേക്കും അതതിൻ്റെ എല്ലിലേക്കും ചേരുന്നത് നിനക്ക് കാണാൻ കഴിയും. അപ്പം ഈ ഈമാൻ എങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന തിയറി പഠിപ്പിക്കല്ല ചെയ്തത്. കാണിച്ച് മൊയ്സത്ത് കാണിച്ചത് കൊടുത്തു. ആര്? അല്ലാഹു. അപ്പൊ ഏത് കാലത്തും ദീനെന്നാൽ എന്തിൻ്റെ ഇടയിൽ കിടക്കണം? ഹലാലും ഹറാമും കൊണ്ട് പായണ്ട. അത് പണ്ടേ വഹാബിക്ക് മൊയ്സത്തുമില്ല കറാമത്തുമില്ല. നമ്മൾക്ക് എന്താണ് ഈ മൊയ്സത്തും കറാമത്തും? എന്നിട്ട് അതിൻ്റെ ഇടയിൽ മതമാകുന്ന നിയമങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിറക്കാം. ഇപ്പൊ സുന്നികളെന്നെ എന്ത് പറയാൻ തുടങ്ങി? എന്ത് വേണ്ട, അങ്ങനെ മനുഷ്യൻ അംഗീകരിക്കാൻ കഴിയാത്തൊന്നും പറയണ്ട. ഇനി കുറച്ചാലും കഴിഞ്ഞാൽ ചന്ദ്രനെ പിളർത്തി നബി എന്നുള്ളത് മുസ്ലിമീങ്ങൾ അംഗീകരിക്കൂല. അപ്പൊ നമ്മൾ ഈ ഖത്തർബത്തി സാത്ത് വൻ ഷക്കൽ ഖമർ ഇനി വേറെ അർത്ഥം വെക്കും. CM അഹമ്മദ് മൗലവി അർത്ഥം വെച്ചില്ലേ? എന്ത്? അയാളുടെ ഖുർആൻ പരിഭാഷയിൽ അയാൾ അർത്ഥം വെച്ചു. എന്ത്? വടി അടിച്ചു എന്നല്ല. വടി അടിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. മനസ്സിലായില്ല. പർവ്വതത്തെ പറഞ്ഞല്ല, ചെങ്കടലിൽ അടിച്ചു എന്നോടത്ത് CN അഹമ്മദ് മൗലവി അർത്ഥം വെച്ചത് കുത്തിന്നാണ്. അതായത് ഇങ്ങനെ കുത്തുക. അപ്പോൾ മൂസാ നബിയുടെ കയ്യിൽ എപ്പോഴും ഒരു വടി ഉണ്ടാവും. അതിനെ കുത്തി 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 ഇങ്ങനെ പോയി. ബാക്കിൽ മറ്റോരും വന്നു. എങ്ങനെ? അനുയായികളും. കാരണം എവിടെ വെള്ളം കൂടുതൽ, എവിടെ വെള്ളം കുറവ് എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. വടി എന്തായതുകൊണ്ട് കുത്തനും അടിക്കാന്ന് പറയാലോ. അതുകൊണ്ട് ഇങ്ങനെ 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 കുത്തിങ്ങാണ്ടാണ് പോയത്. ഇതാണ് CN. എന്തുകൊണ്ട്? ഈ മൊയ്സത്ത് അംഗീകരിക്കാൻ ആർക്ക് കഴിയില്ല? CN. അവിടേക്ക് ഇപ്പം നമ്മളും എത്തി. നമ്മളെ തൊള്ളോടൊക്കെ പറയും 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ സുന്നികൾ ജുമാക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകും. കൊണ്ടുപോയിട്ടില്ലെങ്കിൽ റഹ്മത്തുള്ളാഹിൻ്റെ രക്തങ്ങൾ വരിക. എൻ്റെ ചെവിയെന്ന് കൊണ്ടാ ഞങ്ങൾ അരിയട്ടെ അറിയാം. 10 കൊല്ലത്തിനുള്ളിൽ സുന്നികൾ ജുമാക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകും. ഇത് ചൊല്ലി റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. ഡേറ്റ് ഇട്ട് ഇത് ചൊല്ലി وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم. അപ്പോൾ ഇനി ന്യായം ഉണ്ടാവും സുന്നിയാക്ക്. برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. സല്ലല്ലാഹു അലൈഹി. ഭാര്യയുടെ ഉറക്കമില്ലായ്മ ശരിയാവാൻ ദുആ ചെയ്യണം. 313 രൂപ. അല്ലാഹു തആല ഭാര്യക്ക് ഉറക്കം കൊടുക്കട്ടെ. എന്നെപ്പോലത്തെ ആളുകളെ ശല്യം കൊണ്ടിരിക്കും. കപ്പിൾസ് മീറ്റിന് വരാൻ നോക്ക്. ആ ഭാര്യക്ക് നല്ല ഉറക്കം കിട്ടും കപ്പിൾസ് മീറ്റിന് വന്നാൽ. ഹലാലായ ഉദ്ദേശം. ചിലപ്പോൾ ഭാര്യക്ക് ഉറക്കം പോകും, ചിലപ്പോൾ ഭർത്താവ് ഉറക്കം പോകും.
രണ്ടാൾക്കും നല്ല ഉറക്കം കിട്ടണമെങ്കിൽ കപ്പിൾസ് മീറ്റിന് വരി. ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ ദുആ ചെയ്യണമെന്ന് ദാറുൽ ഖുർആനിലേക്ക് 300. അല്ലാഹു തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ ഹാസിലാക്കി തരട്ടെ, പ്രയാസങ്ങളെ നീക്കി തരണമേ റബ്ബേ. റബ്ബനാ തവഫനാ മുസ്ലിമീന വൽഹഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു اللهم صل على سيدنا. അബേത്തൊന്ന് ചൊല്ലിയിട്ട് പൂട്ടിക്കാളി. ഫവ്വീൽ വംജീലിൽ ഇലാഹി മുഅസ്സിസ ശൂനി ബിഖൈരിൽ ഖൽഖി ഖൈറാ മുഅസ്സിസി. فوّل وامري للإله مؤسسا شؤوني بخير الخلق خير مؤسسي. ونقول فوّل وامري للإله مؤسسا شؤوني بخير الخلق خير مؤسسي. بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. എൻ്റെ ഉപ്പാക്ക് വേണ്ടിയും എൻ്റെ പാവപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയും എൻ്റെ പാവപ്പെട്ട ഉപ്പാക്ക് വേണ്ടിയും എൻ്റെ പാവപ്പെട്ട അമ്മായിമാക്ക് വേണ്ടിയും നിങ്ങളൊക്കെ ദുആ ചെയ്യണേ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.